ഭസ്മമാഹാത്മ്യം. ആധ്യാത്മികതയുമായി ബന്ധപ്പെടുത്തുമ്പോൾ ഭസ്മം ശിവത്വത്തെ സൂചിപ്പിക്കുന്നു. അതായത് ദൈവീകമായ സത്ത, ദ ഡിവൈൻ എസൻസ്. അതാണ് ഭസ്മം. അഗ്നിശുദ്ധിയോടെ ക്ഷേത്രങ്ങളിൽ നിന്ന്, പ്രധാനമായും ശിവക്ഷേത്രങ്ങളിൽ നിന്ന് കിട്ടുന്ന ഈ പ്രസാദം അതിവിശിഷ്ടം തന്നെ. ഭസ്മമൊഴിച്ച് മറ്റെല്ലാ വസ്തുക്കളും അഗ്നിയിൽ സമർപ്പിച്ചാൽ ഒന്നുകിൽ കത്തി നശിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റത്തിന് വിധേയമാകും. എന്നാൽ അഗ്നിക്കു പോലും ഭസ്മത്തിൽ ഒരു മാറ്റവും വരുത്താൻ സാധിക്കുകയില്ല. ഭസ്മം ശ്രീ പരമേശ്വരൻ്റെ വിശേഷപ്പെട്ട പ്രസാദം തന്നെ. ഭസ്മം ധരിക്കുന്നതോടുകൂടി നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അതുവരെ ചെയ്തിട്ടുള്ള എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തി നേടി എന്നാണ് വിശ്വാസം. പ്രസാദം കുറിയിടുന്നതിൻ്റെ ഉദ്ദേശവും അതുതന്നെ. ശ്രീ പരമേശ്വരൻ ചുടലഭസ്മം ധരിക്കുമ്പോൾ നമ്മളിലുള്ള ദൈവീകമായ സത്ത സ്വീകരിച്ച് ജീവനെ മോക്ഷപദത്തിലെത്തിക്കുന്നു. ചുടലഭസ്മം ധരിക്കുന്ന യോഗികളുണ്ടെങ്കിലും പശുവിൻ്റെ ചാണകം ഗോളാകൃതിയിലാക്കി അഗ്നിയിൽ ദഹിപ്പിക്കുമ്പോൾ കിട്ടുന്ന ഭസ്മമാണ് ശിവഭക്തന്മാർ സാധാരണയായി ഉപയോഗിക്കുന്നത്. ഭസ്മധാരണം ശൈവ ആരാധനയുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന ആചാരമാണ്. ശിവൻ്റെയും അയ്യപ്പൻ്റെയും സുബ്രഹ്മണ്യൻ്റെയും ക്ഷേത്രങ്ങളിൽ ഭസ്മത്തിന് വളരെ പ്രാധാന്യമുണ്ട്. പാപങ്ങളെ നശിപ്പിക്കുന്നു എന്ന അർത്ഥത്തിലാണ് ഭസ്മം എന്ന പദം ഉപയോഗിക്കുന്നത്. ഭസിതം, വിഭൂതി, രക്ഷ ഈ വാക്കുകൾ ഭസ്മത്തിൻ്റെ പര്യായ പദങ്ങളാണ്. പ്രകാശിപ്പിക്കുന്നത് എന്ന അർത്ഥത്തിൽ ഭസിതം, ഐശ്വര്യത്തെ പ്രദാനം ചെയ്യുന്നതുകൊണ്ട് വിഭൂതി, ദുഷ്ടശക്തികളിൽ നിന്ന് സംരക്ഷണം നൽകുന്നതുകൊണ്ട് രക്ഷ. രാവിലെ നനച്ചും വൈകിട്ട് നനയ്ക്കാതെയുമാണ് ഭസ്മധാരണ രീതി. നനയ്ക്കാത്ത ഭസ്മത്തിന് അണുക്കളെ നശിപ്പിക്കാനുള്ള കഴിവും നനച്ച ഭസ്മത്തിന് ശരീരത്തിൽ അമിതമായുണ്ടാകുന്ന ഈർപ്പത്തെ വലിച്ചെടുത്ത് നീക്കം ചെയ്യാനുള്ള ഔഷധവീര്യവുമുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ ഭസ്മം കുറിയിടുന്നത്. ജീവൻ്റെ നശ്വരതയെ നിരന്തരമായി ഓർമ്മപ്പെടുത്താനാണ് നിത്യവും കുളി കഴിഞ്ഞാൽ ഭസ്മം കുറിയിടുന്നത്. മരണവും സദാ നമ്മുടെ കൂടെയുണ്ട് എന്നൊരു ഓർമ്മപ്പെടുത്തൽ. നനയ്ക്കാതെയാണ് കുറിയിടുന്നതെങ്കിൽ ഒരു നുള്ള ഭസ്മം വലതു കൈയുടെ തള്ളവിരലും മോതിരവിരലും കൊണ്ടെടുത്ത് നെറ്റിയിലും കഴുത്തിലും നെഞ്ചിൻ്റെ മധ്യത്തിലും ഇരു കൈകളുടെയും മുകൾ ഭാഗത്തുമാണ് തൊടേണ്ടത്. ഭസ്മം 3 വരകളായി നനച്ചു കുറിയിട്ടാൽ ആരോഗ്യം, ദീർഘായുസ്, ഐശ്വര്യം എന്നിവ ലഭിക്കുമെന്നാണ് വിശ്വാസം. ഭസ്മം കുറിയിടുമ്പോൾ ശരീരത്തിലുള്ള അനാഹതം, വിശുദ്ധി, ആജ്ഞ തുടങ്ങിയ ചക്രങ്ങൾ കൂടുതൽ ഊർജ്ജസ്വലമാകുന്നു.